ഒരു സർപ്രൈസ് ഗസ്റ്റ് ഉണ്ട്. എല്ലാവരും പ്രേമസംഗീതം കേട്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ പ്രേമസംഗീതം? പ്രേമസംഗീതം എഴുതിയ മഹാകവി ഉള്ളൂർ ലാളിച്ച് സ്നേഹിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഗ്രാൻഡ് ഡോട്ടർ മിസ്സസ് ശാന്ത കൃഷ്ണമൂർത്തി, ഞങ്ങളുടെ ശാന്ത ചേച്ചി ഇവിടെയുണ്ട്. ഞാൻ ശാന്ത ചേച്ചിയെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. ശാന്ത ചേച്ചി പ്ലീസ്. സംഗീതത്തെക്കുറിച്ച് മഹാകവി ഉള്ളൂരിനെക്കുറിച്ചും രണ്ട് വാക്ക് പറയണമെന്ന് എൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ ശ്രീകുമാറും ബാബുരാജും എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് നിഷേധിക്കാനായില്ല. ഞാൻ ശരിയെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിലെ ധന്യമുഹൂർത്തമായി ഞാൻ കണക്കാക്കുന്നു. പ്രേമസംഗീതം മലയാള സാഹിത്യത്തിലെ ഒരു വളരെ ഉജ്ജ്വലമായ ഒരു കവിതയാണ്. ഓരോ വരിയിലും ഓരോ ആശയമുണ്ട്. ഇതുപോലെ ഒരു കവിത വേറെ ഇല്ല എന്നാണ് പലരും പറയുന്നത്. വിശ്വപ്രേമമാണ് ഇതിലെ പ്രമേയം. സഹജീവികളെ ഒരുപോലെ സ്നേഹിക്കുക. പ്രേമമാണ് അഖിലസാരമൂലിയിൽ എന്ന് ആശാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഇതൊരു പറയുന്നത് അയ്യൻ പുലയനിലുണ്ട്, ആലുവാഞ്ചേരി തമ്പ്രാക്കളിലുണ്ട്, ആദിത്യനിലുണ്ട്, അണുക്രമിയിലുമുണ്ട് ദൈവ ചൈതന്യത്തിൻ്റെ സ്ഫുരണങ്ങൾ. അതുകൊണ്ട് എല്ലാ സഹജീവികളെയും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക. സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലുത് എന്നാണ് അദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന തത്വം. ഇത് പല ഭാഷകളിലും തർജ്ജമ ചെയ്തിട്ടുണ്ട്. സംസ്കൃതം, ഇംഗ്ലീഷ്, തമിഴ്. സംസ്കൃതത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് പഴയ സാൻസ്ക്രിറ്റ് കോളേജ് പ്രിൻസിപ്പളായിരുന്ന ശ്രീ എൻ ഗോപാലപിള്ള സാർ. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ ഇവിടെ എവിടെയോ ഉണ്ട്. ഗോപാലപിള്ള സാർ ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്തും കൂടിയായിരുന്നു. ഈ സന്ദർഭം എനിക്ക് തന്നതിന് ഈ ഭാരവാഹികളോടും വളരെ വളരെ നന്ദി. ചേച്ചി പോകാൻ വരട്ടെ. ഡോക്ടർ ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണനെ NSS UK പേരിൽ പൊന്നാട് അണിയിച്ച് ആദരിക്കാൻ ഞങ്ങൾ ചേച്ചിയെ ക്ഷണിച്ചോട്ടെ. ചേച്ചി ഒരു വരി ചേച്ചിക്ക് മഹാകവിയെക്കുറിച്ച് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ കേൾക്കാൻ വേണ്ടി ഒരു വരി ചേച്ചിക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പേഴ്സണൽ ഓർമ്മ ഒന്ന് പറയൂ. ഞങ്ങളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ അന്ന് വീട്ടിലുള്ള എല്ലാ ദിനപത്രങ്ങളും വരുമായിരുന്നു. അപ്പോൾ പത്രക്കാരൻ്റെ കയ്യിൽ നിന്നും പത്രം വാങ്ങിച്ചിട്ട് മഹാകവിയുടെ കയ്യിൽ ആരാണ് ആദ്യം കൊണ്ടു കൊടുക്കുക എന്നൊരു മത്സരം ഞങ്ങളുടെ കുട്ടികളുടെ ഇടയിലുണ്ടായിരുന്നു. കൊണ്ടു കൊടുക്കുമ്പോൾ അദ്ദേഹം അത് തലക്കെട്ട് വായിക്കാൻ പറയും. ചെറിയ ചെറിയ കൂട്ടക്ഷരങ്ങളുള്ള സെൻറ്റൻസ് വായിക്കാൻ പറയും. തെറ്റുകൂടാതെ വായിക്കുകയാണെങ്കിൽ മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി എന്ന് പറയും. പിന്നെ ഒരു രസകരമായ ഒരു കഥ ഞാൻ പറയാം. തിരുവനന്തപുരത്ത് ആറാട്ട് സമയത്ത് പത്മനാഭസ്വാമി കോവിലിൻ്റെ മുന്നിൽ ഈ പഞ്ചപാണ്ഡവന്മാരുടെ പ്രതിമകൾ ഇങ്ങനെ നിർത്തും. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം അദ്ദേഹം സാഹിത്യരചനയിൽ മുഴുകിയിരിക്കുമ്പോൾ ഈ ശബ്ദകോലാഹലം ഉണ്ടാക്കുക, അദ്ദേഹത്തോട് എന്തെങ്കിലും പറയുക, ഭയങ്കര ദേഷ്യം, അത് അലോസരപ്പെടുത്തരുത് അദ്ദേഹത്തെ, അങ്ങനെ ഒരു നിയമം പോലെയായിരുന്നു. അപ്പോൾ ഒരു കുട്ടി പോയി ചോദിച്ചു, എനിക്ക് ഭീമനെ കാണണം മുത്തശ്ശാന്ന്. അപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെട്ട് പറഞ്ഞു, ഇന്നത്തെ ഭീമൻ ഞാൻ തന്നെ, എന്നെ കണ്ടാൽ മതി. പിന്നെ അടുത്ത ദിവസം ഞങ്ങളെ കുട്ടികളെയെല്ലാം ആ ഡ്രൈവർ അമ്മാവൻ്റെ കൂടെ കാറിൽ കയറ്റി പോയി പഞ്ചപാണ്ഡവന്മാരെയെല്ലാം കണ്ടിട്ട് വരാനുള്ള അനുമതി നൽകി. അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. താങ്ക് യു ചേച്ചി. എല്ലാവർക്കും നമസ്കാരം. എനിക്കൊരു വലിയ ധന്യ മുഹൂർത്തമാണിത്. കാരണം ഉള്ളൂരിൻ്റെ ചെറുമകളെ കാണുക എന്നുള്ളത് ഒരു വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം ഉള്ളൂരിൻ്റെ പ്രേമസംഗീതം
വളരെ മൊത്തം ഫിലോസഫിയാണ്. 76 വരികളും ഓരോ വരികളും മലയാളികൾ ഓരോരുത്തരും അല്ല ഏത് മനുഷ്യരും മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ്. രാവിലെ ആ ഫിലോസഫി നമ്മൾ ഓർത്തുകൊണ്ട് പോയാൽ നമിക്കിലുയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. ഇതുപോലുള്ള ഫിലോസഫിയാണ് കംപ്ലീറ്റ് 76 വരികളും. അപ്പം അത് കുറച്ച് ജനകീയമാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അധ്യാപകർക്ക് പരിശീലനം കൊടുക്കുന്ന സമയത്ത് കവിതകൾ ഈണത്തിലും താളത്തിലും ചൊല്ലാം എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു അത്ര സീരിയസ് അല്ലാതെ ചെയ്തൊരു വർക്കാണ്. പിന്നെ അത് കേരള നിയമസഭയിലും സാഹിത്യ അക്കാദമിയിലും അങ്ങനെ 140 വേദികളിൽ ഇത് 12 രാഗങ്ങളിൽ ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കാനുള്ളൊരു അവസരം കിട്ടി. ഉള്ളൂരെന്ന് പറഞ്ഞ മനുഷ്യൻ, അദ്ദേഹം കേരളത്തിലെ ഇന്നത്തെ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ദിവാൻ ബേഷ്കാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥൻ ദിവാൻ ബേഷ്കാറായിരുന്നു. അദ്ദേഹം ആണ് ക്ഷേത്രപ്രവേശന വിളംബരം തയ്യാറാക്കിയത് അദ്ദേഹമാണ്. തയ്യാറാക്കാൻ രാജാവ് ഭരണകൂടം ചുമതലപ്പെടുത്തിയത് അദ്ദേഹത്തെയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ട് മാത്രം വാദിക്കുന്ന ആളല്ലായിരുന്നു. അതിനതീതമായിട്ട് മനുഷ്യത്വത്തെ, പ്രകൃതിയെ ഒക്കെ വിരിഞ്ഞു നിൽപ്പൊരു സുമം വിരിഞ്ഞു നിൽപ്പൊരു സുമം അളിയെ തൻ വിശിഷ്ടഗന്ധത്താൽ വിവിക്ത വിരസം വീണ്ടും വീണ്ടും വിളിപ്പു സവിധത്തിൽ. ഒരു പൂവ് എങ്ങനെയാണ് വണ്ടിനെ ആകർഷിക്കുന്നത്, അതുപോലെ പ്രകൃതിയിൽ നടക്കുന്ന ഓരോ ആകർഷകമായ കാര്യങ്ങൾ, പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് സോദാഹരണ സഹിതം നമ്മുടെ ഭൗതിക ജീവിതത്തിലെ ഭൗതിക ജീവിതത്തിൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളെപ്പറ്റിയും വർണ്ണിച്ചതിന് ശേഷം അദ്ദേഹം ആത്മീയതയിലേക്ക് കടക്കുന്ന പാട്ടാണ് ഞാനിവിടെ പാടിയത്. നമോസ്തുതേ മജ്ജീവനദായക നടേശ പരമാത്മൻ നരാഖ്യമങ്ങേ നർത്തക ഗണമതിൽ ഞാനും ഒരൽപ്പാംഗം. വേഷം എനിക്ക് എന്തായിക്കോട്ടെ, രാജാവിൻ്റെ വേഷമായാലും ഭടൻ്റെ വേഷമായാലും നമ്മൾ നന്നായിട്ട് ആടുക, അഭിനയിക്കുക എന്നുള്ളതാണ് ആവശ്യം. ഈ ലോകത്തിന് ആവശ്യമായ തരത്തിൽ നമ്മൾ ജീവിച്ച് കാണിക്കുക, നമ്മൾക്ക് തന്നേക്കുന്ന ഡ്യൂട്ടി നമ്മൾ ചെയ്യുക എന്ന് അദ്ദേഹം ലോകത്തോട് ഉപദേശിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഞാനൊന്നും ഇവിടെ ആലോചിച്ചത്. ഏതായാലും എനിക്ക് ഒരു വലിയ ധന്യ മുഹൂർത്തമായിട്ട് ഞാൻ കാണുന്നു. ഉള്ളൂരിൻ്റെ പൗത്രി ചെറുമകളെ കാണാനും, ഉള്ളൂരിൻ്റെ ചെറുമകൻ മഹാദേവ അയ്യർ, ഞാൻ കോഴിക്കോട് ചെന്നപ്പോൾ ഒരു പ്രേമസംഗീതം ഇനാഗുറേറ്റ് ചെയ്ത അദ്ദേഹമായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ചെറുമകൻ ഹരികുമാർ സാർ ബ്രദറാണെന്ന് തോന്നുന്നു അല്ലേ, ISR അതിലുണ്ടായിരുന്നു. ഹരികുമാർ സാർ എൻ്റെ ഈ പ്രേമസംഗീതത്തിൻ്റെ ആദ്യത്തെ തുടക്കം 2015 സുഗതകുമാരി ടീച്ചറിൻ്റെ അധ്യക്ഷതയിൽ അടൂർ ഗോപാലകൃഷ്ണനാണ് ഇനാഗുറേറ്റ് ചെയ്ത്. അന്ന് 5 മന്ത്രിമാരും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ അക്കാഡമിയുടെയും ചെയർമാന്മാരും ആ സമ്മേളനത്തിലുണ്ടായിരുന്നു. അപ്പം അന്ന് ഉള്ളൂരിൻ്റെ ചെറുമകനെ കാണാൻ ഭാഗ്യമുണ്ടായി, ആ വേദിയിൽ പ്രസംഗിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വേദിയിൽ എത്രയോ കിലോമീറ്റർ അകലെ, എത്രയോ രാജ്യങ്ങൾക്കപ്പുറം ഇംഗ്ലണ്ടിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചെറുമകളെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടെ അറിയിച്ചുകൊണ്ട് പ്രത്യേകം ഈ അമ്മയ്ക്ക് ഇവിടെ വന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ചേച്ചിക്ക് ഒരു വാക്കും കൂടി പറയാനുണ്ട്. വളരെ നന്ദി താങ്കളെ കാണാൻ സാധിച്ചതിലും പരിചയപ്പെട്ടതിലും. എനിക്ക് ഒരു കാര്യം കൂടി പറയണം. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഉള്ളൂരാണ്. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്തുള്ള ബ്രാഹ്മണ സഭ അദ്ദേഹത്തെ ജാതിഭ്രഷ്ടാക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇന്നലെ വരെ ഞാൻ ബ്രാഹ്മണനായിരുന്നു, ഇന്നു മുതൽ മനുഷ്യനായി. അപ്പോൾ ജാതിമതങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്കെല്ലാം അപ്പുറമായിരുന്നു. അന്ന് ആഠ്യ തിരുവിതാംകൂറിൽ ജാതിമതങ്ങളില്ലാത്ത ഒരേ ഒരു ഭവനം ഞങ്ങളുടെ തറവാടാണെന്ന് പറയുന്നതിൽ എനിക്ക് വളരെ വളരെ അഭിമാനമുണ്ട്. ഏത് ജാതിയിൽപ്പെട്ട ആര് വന്നാലും ചോറ് കൊടുത്ത് അല്ലെങ്കിൽ കാപ്പി കൊടുത്ത് അയക്കാതെ അദ്ദേഹം വിടുമായിരുന്നില്ല. അതുപോലെ കുമാരനാശാനും ഉള്ളൂരും തമ്മിൽ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ആശാൻ പലപ്പോഴും ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ഉള്ളൂരിനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും കാപ്പി കുടിക്കുകയും അത് കഴിഞ്ഞ് നീണ്ട സാഹിത്യ ചർച്ചകളിൽ ഏർപ്പെടുകയും ചെയ്യുമായിരുന്നു. ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല.
എനിക്ക് 7 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹം ഈ ലോകത്തെ വിട്ടുപോയി. പക്ഷേ മുതിർന്ന കുടുംബാംഗങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഇതെല്ലാം. അതേപോലെ ചങ്ങമ്പുഴ പലപ്പോഴും വരുമായിരുന്നു. വേറെ പലരും അവതാരിക എഴുതിക്കാനും തൻ്റെ സ്വന്തം കൃതികൾ അദ്ദേഹത്തെ കാണിക്കാനും വരുമായിരുന്നു. ചങ്ങമ്പുഴ ബാഷ്പാഞ്ജലി എഴുതി അതിന് അവതാരിക എഴുതാനും അത് എൻ്റെ ഗുരുനാഥനായ ഉള്ളൂരിന് സമർപ്പിക്കുന്നു എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വളരെ വളരെ നന്ദി, നമസ്കാരം. ഈ ആശാനും ഉള്ളൂരും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ഇവിടെ പറഞ്ഞു. ആശാന് അന്നത്തെ ആ ജാതി വ്യവസ്ഥയുടെ അന്നത്തെ അവസ്ഥ എല്ലാവർക്കും നമുക്കെല്ലാം അറിയാവുന്നതാണ്, പലതരത്തിലറിയാം. പക്ഷെ ആശാൻ്റെ മകളുടെ കല്യാണത്തിന് ഉള്ളൂരിൻ്റെ അനുജൻ്റെ മകളുടെ കല്യാണത്തിന് ആശാനെ വീട്ടിൽ ക്ഷണിച്ച് വരുത്തിയിട്ട് ആ മോളോട് പറഞ്ഞു. അപ്പോൾ വന്നപ്പോൾ തന്നെ അവിടുത്തെ ബ്രാഹ്മണരെല്ലാം ഇറങ്ങി പുറത്തു പോയി. അദ്ദേഹം വേറൊരു അന്യജാതിയിൽപ്പെട്ട ഒരാളിനെ ഉള്ളിൽ കയറ്റിയത് തന്നെ ബ്രാഹ്മണർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഉള്ളൂർ പറഞ്ഞു, സ്വന്തം അച്ഛനാണെന്ന് കരുതി ആശാന് ദക്ഷിണ കൊടുത്ത് ആ പീഠത്തിലിരുത്തി സ്വീകരിച്ച ഒരു മഹാമനസ്കതയുടെ ഉടമയാണ് ഉള്ളൂർ. ജനിച്ചത് വളർന്നൊക്കെ തിരുവനന്തപുരത്താണെങ്കിലും 13 വയസ്സ് വരെ അദ്ദേഹം ചങ്ങനാശ്ശേരിയിലായിരുന്നു. അദ്ദേഹം ജനിച്ച വീട്ടിൽ, അതായത് പെരുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള താമരശ്ശേരി ഇല്ലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും അവിടെ അച്ഛൻ അവിടെ മലയാള അധ്യാപകനായി ജോലിയായിരുന്നുകൊണ്ടാണ് ചങ്ങനാശ്ശേരിയിൽ പഠിച്ചിരുന്നത്. ജനിച്ചതും അവിടെ പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്തതൊക്കെ മലയാള അധ്യാപകനായിരുന്നു ഉള്ളൂരിൻ്റെ അച്ഛൻ. അപ്പം അങ്ങനെ ഞാൻ ഈ പ്രേമസംഗീതം ഇങ്ങനെ ഒരു ശാസ്ത്രീയ സംഗീത രൂപത്തിൽ ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കാനുള്ളൊരു തീരുമാനം എടുത്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഉള്ളൂർ ജനിച്ച തറവാട്ടിൽ പോയി ഒന്ന് അവിടെ നമസ്കരിച്ചിട്ട് വേണം അങ്ങനെ ഒരു ചടങ്ങ് ചെയ്യാനെന്ന് മനസ്സിൽ കരുതി അവിടെ താമരശ്ശേരി ഇല്ലത്ത് പോയി അദ്ദേഹത്തിന് പിറന്ന ഇല്ലത്ത് പോയി നമസ്കരിച്ചതിന് ശേഷം അദ്ദേഹത്തെ ഇപ്പോൾ അവിടെ താമസിക്കുന്നവരുടെ ഉള്ളൂരിനെ പറ്റി ചോദിച്ചറിഞ്ഞ് അദ്ദേഹം പഠിച്ചിരുന്ന 3 സ്കൂളുകളിൽ ഞാൻ അതിഥിയായിട്ടും പോകാൻ പിന്നെ എനിക്ക് അവസരമുണ്ടായി ഇതിൻ്റെ പേരിൽ തന്നെ. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ എനിക്ക് ഉള്ളൂരിൻ്റെ ഈ കവിത ഇങ്ങനെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ലഭിച്ചിട്ടുണ്ടെന്നുകൂടെ അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇത് കേട്ടിരുന്ന ഈ അമ്മയുടെ സാന്നിധ്യം വളരെ അനുഗ്രഹീതമായിട്ട് തോന്നുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇനി NSSUKയുടെ ആദ്യത്തെ സംസ്കൃതി പുരസ്കാരം ശ്രീ ഡോക്ടർ ഗോപാലകൃഷ്ണന് നൽകാനായിട്ട് ഞാൻ NSSUKയുടെ പ്രസിഡന്റ് ഡോക്ടർ K. ബാബുരാജിനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചോട്ടെ. ബാബുചേട്ടാ. May I now call upon Venuchetan, Mr. Venugopal Nair, to present the Ponnada to Mr. Prakash. May I call upon Jayakrishnan to present the Ponnada to Mr. Ritesh. Thank you everybody for being a part of this concert. There's some more programs that have been curated by NSSUK for you to end the evening. I hope you all enjoyed the concert and I hope you are all inspired by our illustrious guests. Thank you very much.